നമസ്കാരം. ഈ ചിത്രം സമീപകാലത്ത് ഉള്ളുലച്ച ഉള്ളു തൊട്ട ചിത്രങ്ങളിലൊന്നാണ്. വയനാട് നിന്നാണ്. ഇന്നലെ വയനാട് ഉരുൾ ദുരന്തത്തിൽപ്പെട്ടവർക്കുള്ള വീടുകളുടെ ആദ്യഘട്ട നറുക്കെടുപ്പായിരുന്നു. നറുക്കെടുപ്പിൽ വീടുകൾ കിട്ടുമ്പോൾ അധികം അകലെയല്ലാത്ത ഒരു ഭൂതകാലത്ത് അവർ കടന്നു വന്ന ഏറ്റവും ദുരന്താത്മകമായ വഴികളുടെ ഓർമ്മയിൽ നിന്ന് അവർ അതിജീവിച്ചെത്തിയ ഈ നിമിഷത്തിൽ നിൽക്കുമ്പോൾ ഒരു മനുഷ്യനുണ്ടാകുന്ന ആത്മവിശ്വാസം, അവർ ഒരു നാട് അവർക്കൊപ്പം നിന്നു, അവർ തിരിച്ച് അതിനുള്ള സ്നേഹം എങ്ങനെ പ്രകടിപ്പിക്കണം എന്നറിയാതെ നിൽക്കുകയാണ്. ഈ നാടിൻ്റെ മുന്നിൽ നമ്മുടെ മലയാളികളുടെ യഥാർത്ഥ കേരള സ്റ്റോറി എന്താണ് എന്ന് അടയാളപ്പെടുത്തിയ ഒരു ചിത്രമായിരുന്നു അത്. ചൂരൽമല മുണ്ടക്കൈ പുനരധിവാസത്തിൻ്റെ അസാധാരണ മാതൃക സാക്ഷാത്കരിക്കപ്പെടുന്നതിൻ്റെ ആദ്യഘട്ടം നിറഹൃദയത്തോടെ മാത്രം കണ്ടു നിൽക്കാവുന്ന കാഴ്ച. നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വത്തിൽ അവർ ടൗൺഷിപ്പിലേക്ക് നടന്നെടുക്കുമ്പോൾ മറക്കാതെ ഓർത്തെടുക്കേണ്ട അധികം അകലെയല്ലാത്ത ദുരന്താനുഭവം നമ്മുടെ മുന്നിലുണ്ട്. ഇന്നിപ്പോൾ അവരുടെ ആശ്വാസത്തിൻ്റെ ആ നിശ്വാസം അറിയാനുള്ള ആകാംക്ഷയിൽ ഇങ്ങ് തലസ്ഥാനത്തിരുന്ന് നമ്മൾ മനോരമയും മാതൃഭൂമിയും ഒക്കെയുള്ള പത്രങ്ങൾ തുറന്നു നോക്കിയാലോ ഒരൊറ്റ വരി വാർത്ത അതിൽ കാണില്ല. വയനാട് പുനരധിവാസം തമസ്കരിക്കപ്പെടേണ്ട ഒരു വാർത്തയായി അവർക്ക് തോന്നിയിരിക്കണം. ഈ സാഹചര്യത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഒരുപക്ഷെ അങ്ങ് കേന്ദ്ര തലസ്ഥാനത്ത് നിന്ന്, നമ്മുടെ ഇന്ത്യൻ തലസ്ഥാനത്ത് നിന്ന് ആരംഭിക്കുന്ന അവഗണനയുടെ ആ സമീപനത്തിൻ്റെ ഏറ്റവും ഒടുക്കത്തെ ഉദാഹരണമാണ് ഇന്ന് പത്രങ്ങൾ അതിനോടെടുത്ത സമീപനം. മാധ്യമങ്ങൾ, ഒരുപക്ഷെ സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ വലിയ കരുത്താർജിച്ച ഈ കാലത്ത് ഒതുക്കിയാലും തമസ്കരിച്ചാലും ഉയർന്ന് എണീക്കുന്ന വാർത്തകളുടെ കാലമാണ് എന്ന് തിരിച്ചറിയാതെ മൂഢസ്വർഗത്തിൽ ജീവിക്കുന്ന പത്രമാധ്യമങ്ങളുടെ ഈ കാലം. ആ മനുഷ്യരുടെ അതിജീവനം മുത്തശ്ശി പത്രങ്ങൾക്ക് അലോസരമായിട്ടാണോ വാർത്ത പ്രസിദ്ധീകരിക്കാത്തത്? അവർക്ക് വേണ്ടി ശബ്ദമുയർത്തേണ്ട ഘട്ടങ്ങളിലെല്ലാം അവരെ ദ്രോഹിക്കാൻ മാത്രം ഇറങ്ങിത്തിരിച്ചവർക്കുള്ള PR പരമ്പരകൾ ചെയ്തതിൻ്റെ തുടർച്ച മാത്രമായി കണ്ടാൽ മതിയെന്ന് വേണമെങ്കിൽ നമുക്ക് ആശ്വസിക്കാം. അല്ലാതെ മറ്റ് കാരണങ്ങളൊന്നും നമ്മുടെ മുമ്പിലില്ല. എന്തായാലും വയനാട് അസാധാരണമായ ഒരു അതിജീവനത്തിൻ്റെ കഥയാണ് നമുക്ക് പറഞ്ഞു തരിക, പുറം ലോകത്തിന് കാണിച്ചു കൊടുക്കുക. പത്രങ്ങൾ മാത്രമല്ല, അവരുടെ നിസ്സഹായരായ മനുഷ്യരുടെ അതിജീവനത്തിൻ്റെ ആഹ്ലാദ കഥ കേൾക്കാനോ പറയാനോ അത് പ്രതിഫലിപ്പിക്കാൻ പോലുമോ മറ്റൊരാൾ വരില്ല. കൂടുതൽ എന്തെങ്കിലും പ്രതീക്ഷിച്ച് അധികാരത്തിൻ്റെ സോപാനത്തിലേക്ക് നോക്കിയിരിക്കുന്ന ആളുകൾ വരില്ല. ഏതെങ്കിലും സെലിബ്രിറ്റിയും വരില്ല. അല്ലെങ്കിൽ മനുഷ്യ കഥാനുഗായികളെന്നും പറഞ്ഞ് 4 നേരം അധികാരത്തിൻ്റെ അപ്പക്കഷ്ണം കഴിച്ച് നേരം തേക്കുന്ന, അല്ലെങ്കിൽ കഴിക്കാൻ ഇരിക്കുന്ന പുതിയ കാലത്തെ സ്വപ്നം കാണുന്ന നിഷ്പക്ഷ ജന്മങ്ങൾ ഒരിക്കലും വരില്ല. സച്ചിദാനന്ദന്മാരും പ്രേംകുമാർമാരും വരില്ല. പറഞ്ഞാൽ അടുത്ത തവണ UDF വരുമെന്ന് വിചാരിച്ചിരിക്കുന്നവർക്ക് അപ്പോൾ ആ കാലത്ത് ഭാവിയിൽ തടയേണ്ടത് വല്ലതും തടയാതിരുന്നെങ്കിലോ? അവരെ കുറ്റം പറഞ്ഞിട്ട് അതുകൊണ്ട് തന്നെ ഒരു കാര്യവുമില്ല. ഇനി അതല്ലെങ്കിലും വല്ലതും പറഞ്ഞാൽ നിങ്ങൾ PR ആണ് എന്ന് പറഞ്ഞ് നേരത്തെ തന്നെ നിങ്ങൾക്ക് മുന്നിൽ കനകോലുകൂട്ടം അധിക്ഷേപത്തിൻ്റെ മാറാല വിരിച്ചു വെച്ചിട്ടുണ്ട്. അത് പേടിച്ച് നിഷ്പക്ഷ ബുദ്ധിജീവികളും ചാനൽ സിംഹങ്ങളും മിണ്ടില്ല. അവർക്ക് വേണ്ടിയുള്ള പാട്ടുകളാണ് എഴുതിക്കൊണ്ടിരിക്കുക. അവരതിനപ്പുറത്തെ കുഴപ്പങ്ങളുടെ ലോകം സൃഷ്ടിച്ച് കനകോലു നാടകം പുനരവതരിപ്പിക്കും. ടൈലിനടിയിൽ മണ്ണ് വീണിട്ടില്ല, ഇനി എന്തൊക്കെ കിട്ടാനിരിക്കുന്നു തുടങ്ങിയ ആലാപനങ്ങൾ അവിടെ ആവർത്തിക്കും. അപ്പോഴും ഞാൻ ഓർമ്മിക്കുന്നത് ഉരുൾ കൊണ്ടുപോയ ജന്മങ്ങൾ ആദ്യം മുതൽ നേരിട്ട അവഗണനകളാണ്. 1 വർഷം മുമ്പ് ഒരു ജൂലൈ 29 രാത്രി 11:45 പുഞ്ചിരിമട്ടം മേഖലയിൽ ആദ്യ മണ്ണിടിച്ചിലുണ്ടായപ്പോൾ ആരും വിചാരിച്ചതല്ല ഇത്രയും വലിയൊരു ദുരന്തം വയനാട്ടുകാരെ കാത്തിരിക്കുന്നുണ്ട് എന്ന്. പിന്നാലെ 1 മണിക്കൂറിനകം പുഞ്ചിരിമട്ടം, മട്ടമല, മുണ്ടക്കൈ, ചൂരൽമല മേഖലയിൽ അതിഭയാനകമായി നാശനഷ്ടം വിതച്ച് അവശിഷ്ടങ്ങൾ ഒഴുകിയെത്തിയ കാഴ്ച. അതിനും പിന്നാലെ മിനിറ്റുകൾക്കകം ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുടെ ബ്രേക്കും ബെല്ലുമില്ലാത്ത ആവർത്തനം. പിന്നീടുള്ള മണിക്കൂറുകൾ നാടൊന്നാകെ നേരിട്ടോ അല്ലാതെയോ മനസ്സുകൊണ്ടോ ശരീരം കൊണ്ടോ ഒരു നാടിനൊപ്പം നിൽക്കുന്ന കാഴ്ച. റിയൽ കേരള സ്റ്റോറി എന്തെന്നൊരിക്കൽ കൂടി ലോകത്തിനു മുന്നിൽ നമ്മൾ കാണിച്ചു കൊടുത്ത സമയം. ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായുള്ള തെരച്ചിൽ നടക്കുമ്പോൾ അങ്ങ് പാർലമെൻറ്റിൽ കേരള വിദ്വേഷം മുഴങ്ങിക്കേട്ടത് മനുഷ്യരായവരെയെല്ലാം ഞെട്ടിച്ചതാണ്. കേന്ദ്ര സഹായം ആവശ്യപ്പെട്ടപ്പോൾ അമിത്ഷാ മുതൽ അങ്ങോട്ട് കേന്ദ്രമന്ത്രിമാർ അടക്കമുള്ളവർ ദുരന്തത്തിനിടയിലേക്ക് കേരള വിദ്വേഷത്തിൻ്റെ വിത്തുകൾ എറിഞ്ഞിട്ടു. അവിടെ മതത്തിൻ്റെ ജീർണ മനസ്സുകളുടെ കുത്തൊഴുക്കായിരുന്നു. ആ ദുരന്തത്തിന് കാരണം മലകൾ കയ്യേറിയ ഒരു മതവിഭാഗത്തെ ഇറക്കിവിടാതെ രാഷ്ട്രീയമായി ഉപയോഗിക്കപ്പെട്ടതാണ് എന്നുപോലും പറയാൻ മടിക്കാത്തൊരു കൂട്ടം അവിടെ ഉണ്ടായിരുന്നു. ഒരു സഹായവും പ്രഖ്യാപിക്കപ്പെട്ടില്ല. ഒടുവിൽ നാടൊന്നാകെ എതിരാകും എന്ന് കണ്ടപ്പോൾ 10 ദിവസത്തിന് ശേഷം പ്രധാനമന്ത്രി ക്യാമറകളെയും കൂട്ടി വയനാട്ടിലെത്തി. കണ്ണീർ പാടം സൃഷ്ടിച്ച് ചാനൽ ചർച്ചകളിൽ വീരസ്യം വിളമ്പി അവതാരകർ മോദിയുടെ ഹീറോയിസം പ്രസംഗിച്ചു. PR ഒക്കെ കഴിഞ്ഞ് തിരിച്ചുപോയി. പ്രധാനമന്ത്രി പിന്നെ ഒരക്ഷരം മിണ്ടിയില്ല. 1 പൈസ സഹായവും തന്നില്ല. വയനാടിനായി പ്രത്യേകമായ ഒരു സഹായവും ഇന്നുവരെ കിട്ടിയിട്ടില്ല. ദുരിതബാധിതർക്ക് സഹായങ്ങൾ കിട്ടാതിരിക്കാൻ പ്രത്യേകമായി ശ്രദ്ധിക്കുകയും ചെയ്തു. ഉദാഹരണത്തിന് അവരുടെ ബാങ്ക് വായ്പകൾ എഴുതിത്തള്ളാനുള്ള ആവശ്യമുയർന്നപ്പോൾ കേന്ദ്ര സർക്കാർ ചെയ്തത് എന്താണ്?
കോടതിയിൽ ചോദ്യം വന്നു. തൊട്ടടുത്ത നാളിൽ ദുരന്തബാധിതരുടെ ബാങ്ക് വായ്പ എഴുതിത്തള്ളാനുള്ള നിയമം ഭേദഗതി ചെയ്ത് ആ പകർപ്പ് കോടതിയിൽ ഹാജരാക്കി. എന്നിട്ട് കേന്ദ്രം പറഞ്ഞു അങ്ങനെയൊരു നിയമം ഇതാ ഇപ്പോൾ നിലവിലില്ല എന്ന്. കേന്ദ്ര ഭരണകൂടത്തിൻ്റെ ചരിത്രത്തിൽ ഒരു ജനതയോട് കാണിച്ച ഏറ്റവും വലിയ ക്രൂരതയുടെ അധ്യായം ഇക്കാലത്ത് നാം കണ്ടു. ഒപ്പം സംഘടനകൾ പലതും PR സാധ്യതകൾ ഉപയോഗിച്ച് പിരിവുകളും വാഗ്ദാനങ്ങളും ഒക്കെ സൃഷ്ടിച്ചു. വാഗ്ദാനങ്ങൾ പലതും വെള്ളത്തിൽ വരച്ച വരയായി. KPCCയും യൂത്ത് കോൺഗ്രസും രാഹുൽ ഗാന്ധിയും പിന്നെ വേറെയും കുറേ പേർ നൂറുകണക്കിന് വീടുകൾ വാഗ്ദാനം ചെയ്തു. ദുരിതാശ്വാസ ക്യാമ്പിൽ വിതരണം ചെയ്യാത്ത ബ്രെഡ് പുഴുത്തു എന്ന് പറഞ്ഞ് വ്യാജ പ്രചരണം നടത്തിയ യൂത്ത് കോൺഗ്രസ് നായകൻ ഇന്ന് പീഡന കേസുകളിൽ ലൈംഗിക ശേഷി പരിശോധന നടത്താൻ നേരമില്ലാതെ ഓടി നടക്കുകയാണ്. വാഗ്ദാനം ചെയ്ത വീടുകൾക്കായി പിരിച്ച പണം കണക്കില്ലാതെ അലയുന്നു. ഏറ്റവും അവസാനം ടോട്ടൽ 100 വീട് എന്ന കണക്കിലേക്ക് പ്രതിപക്ഷ നേതാവ് VD സതീശൻ എത്തി. KPCC സ്ഥലം എടുത്തിട്ടുണ്ട്, ഉടൻ വരും എന്ന് പറയുന്നു. മുസ്ലിം ലീഗ് സ്ഥലമെടുത്ത് വീട് പണി കൃത്യമായി തുടങ്ങി. എന്നാൽ ഈ കാലത്തിനിടയിൽ നാടൊന്നാകെ ഒത്തുചേർന്ന് അതിജീവിതർക്കായി ഒരു മനോഹരമായ നഗരം ടൗൺഷിപ്പ് പുനർനിർമ്മിക്കപ്പെട്ടു. നാടൊന്നാകെ ദുരിതാശ്വാസത്തിനും പുനരധിവാസത്തിനും പണം ശേഖരിച്ചു. ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകരുത് എന്ന് തുരങ്കം വെച്ചവരുടെ ദുഷ്ടലാക്കുകൾ മനുഷ്യസ്നേഹത്തിൻ്റെ കൂട്ടായ്മ പൊളിച്ച് കാട്ടിൽ കളഞ്ഞു. ഇന്ത്യ കണ്ടിട്ടില്ലാത്ത വിധം ഒരു ടൗൺഷിപ്പ് ഉണ്ടായി. വീടും അങ്കണവാടിയും സ്കൂളും മാർക്കറ്റും ഷോപ്പിംഗ് കോംപ്ലക്സും കളിസ്ഥലങ്ങളും തിയേറ്ററുകളും ഒക്കെ അടങ്ങിയ ഒരു പുതുജീവിതം അവർക്ക് മുന്നിൽ നിൽക്കുകയാണ്. ആ ടൗൺഷിപ്പിലെ ആദ്യഘട്ട വീടുകളുടെ നറുക്കെടുപ്പാണ് ഇന്നലെ നടന്നത്. ഇന്നത്തെ മനോരമയടക്കമുള്ള മുത്തശ്ശി പത്രങ്ങൾ വാർത്ത നൽകാതെ മുക്കിയത്. അവഗണനയുടെ നിഴലിൽ നിന്ന് ഉയർന്നു വന്ന ഒരു ജനതയുടെ അതിജീവനം. 178 കുടുംബങ്ങൾക്കുള്ള വീടുകൾ. ആദ്യഘട്ട വീടുകളുടെ കൈമാറ്റം നടക്കാൻ പോവുകയാണ്. ഇത്രയും നാൾ അവരുടെ വാടകയും ജീവിത ചെലവും നിർവഹിച്ച് മുന്നോട്ടു പോയ അസാധാരണ പുനരധിവാസ പ്രവർത്തനമാണ് അവിടെ വയനാട്ടിൽ നടന്നത്. അതിന് പിന്നിലെ ഇച്ഛാശക്തി കാണാതിരിക്കാനാകില്ല. അവിടെ മുഖ്യമന്ത്രി പിണറായി വിജയനും K രാജനും മുതൽ സർക്കാർ മന്ത്രിമാരടക്കമുള്ള സർക്കാർ സംവിധാനങ്ങളും സാധാരണ മനുഷ്യരും ഒന്നാകെ തങ്ങൾക്ക് വേണ്ടി എന്ന പോലെ നടത്തിയ പ്രയത്നത്തിൻ്റെ അടയാളമാണത്. അതാണ് വയനാട് ടൗൺഷിപ്പ്. സ്വകാര്യ സംഘടനകളുടെ വീട് കിട്ടും എന്ന വാഗ്ദാനം പ്രതീക്ഷിച്ച് സർക്കാരിൻ്റെ 15 ലക്ഷം രൂപയും വാങ്ങിപ്പോയവർ വീടും വാഗ്ദാനം ചെയ്ത സർക്കാരിൻ്റെ പണവും കിട്ടും എന്ന് പ്രതീക്ഷിച്ച് പോയവർ ഇപ്പോൾ തിരിച്ച് ആ പണം നൽകി ടൗൺഷിപ്പിൽ വീട് മതി എന്ന് പറഞ്ഞ് തിരിച്ചെത്തുന്ന അനുഭവം കളക്ടർ മേഘശ്രീ കഴിഞ്ഞ ദിവസം പറയുന്നതും നമ്മൾ കേട്ടു. ഇത്രയധികം അനുഭവങ്ങളിലൂടെ കടന്നു വന്ന ഒരു ജനത, അവർക്ക് മുന്നിൽ ഒരു പുനർജന്മത്തിൻ്റെ കാലം അവർ കാത്തിരിക്കുകയാണ്. ഭൂതകാലത്തിൻ്റെ നീറ്റലുകളില്ലാതെ നഷ്ടപ്പെട്ടതെല്ലാം ഓടിപ്പിടിക്കണം. അതിനായി അവർക്ക് ഒപ്പം നിൽക്കുക, മനസ്സുകൊണ്ടെങ്കിലും ഒപ്പം നിൽക്കുക എന്നതാണ് പ്രധാനം. ടൗൺഷിപ്പിൻ്റെ നിർമ്മാണം വിജയകരമായ ആദ്യഘട്ടം പൂർത്തിയാക്കിയപ്പോൾ അതിന് നേതൃത്വം നൽകിയ ഒരാൾ ജില്ലാ കളക്ടറാണ്. കളക്ടറെക്കുറിച്ച് മാധ്യമപ്രവർത്തകനായ സുർജിത്ത് അയ്യപ്പത്ത് എഴുതിയ ചെറിയൊരു കുറിപ്പുണ്ട്. അതെങ്കിലും നമ്മൾ വായിക്കണം. ഉദ്യോഗസ്ഥ പ്രകീർത്തനം അല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് സുർജിത്ത് ആ കുറിപ്പ് ആരംഭിക്കുന്നത്. എന്ന് കരുതി വസ്തുത പറയാതെ പോകാൻ കഴിയില്ലല്ലോ. മുണ്ടക്കൈ ചൂരൽമല ദുരന്തം ഉണ്ടാകുന്നതിൻ്റെ ദിവസങ്ങൾക്ക് മുമ്പ് മാത്രമാണ് രേണു രാജ് സ്ഥലം മാറി മേഘശ്രീ കളക്ടറായി വയനാട്ടിലെത്തിയത്. തോരാതെ മഴ പെയ്യുന്ന സമയമായിരുന്നു. പേര് ശരിവെക്കുന്ന വിധമാണ് കലക്ടർ എത്തിയതെന്ന് ഞങ്ങൾ ചില മാധ്യമ സുഹൃത്തുക്കൾ പരസ്പരം തമാശ രൂപത്തിൽ പങ്കുവച്ചിരുന്നു. പക്ഷേ അത്തരം ചിന്തകൾക്ക് പോലും പൂർണ്ണവിരാമം ഇട്ടാണ് മുണ്ടക്കൈയിലും ചുരൽമലയിലും ദുരന്തം പെയ്തിറങ്ങിയത്. മണിക്കൂറുകൾക്ക് മാത്രം മുമ്പ് കണ്ട സ്ഥലങ്ങൾ പൂർണ്ണമായും വെള്ളം കുത്തിയൊഴുകുന്ന ചെളിനിലം ആയി. കൂറ്റൻ പാറകളും മരത്തടികളും വന്നടിഞ്ഞു. തലേന്ന് കണ്ട പലരും ചിതറിയ മൃതദേഹങ്ങളായി. ആ അനുഭവം മറക്കാവുന്നതല്ല. ഇത്രമേൽ പകപ്പുണ്ടാകുന്ന മറ്റൊരു ദുരന്തം സമീപകാലത്തൊന്നും കേരളം കണ്ടിട്ടില്ല. ഇത്രയും വലിയ ദുരന്തത്തിൻ്റെ അതിജീവനത്തിൻ്റെ ഏകോപനത്തിലേക്കാണ് വയനാട്ടിൽ പുതുതായി വന്ന കലക്ടർക്ക് ഇറങ്ങി നിൽക്കേണ്ടി വന്നത്. പ്രശ്നങ്ങൾ അറിഞ്ഞും ഇടപെട്ടും ഇന്ന് വരെ നിലകൊള്ളാൻ കലക്ടർക്കായിട്ടുണ്ട് എന്നതാണ് ബോധ്യം. പരാതികൾ പൂർണ്ണമായും കേട്ടും പ്രതികൂല സാഹചര്യങ്ങളെ പുഞ്ചിരിയോടെ നേരിട്ടും സർക്കാർ തീരുമാനങ്ങൾ കർക്കശമായി നടപ്പാക്കിയും അവരുടെ റോൾ അവർ കൃത്യമായി നിർവഹിക്കുന്നു. വലിയ വിമർശനങ്ങൾക്കിട നൽകാതെ പ്രശ്നപരിഹാരം സാധ്യമാക്കാൻ കലക്ടർ കഴിഞ്ഞു. മുണ്ടക്കൈ ചുരൽമല ദുരന്തബാധിത പുനരധിവാസ പ്രവർത്തനങ്ങൾക്കൊപ്പം ജില്ലയുടെ മറ്റു വിഷയങ്ങളിലും ഒരുപോലെ ഇടപെടാൻ സാധിക്കുന്നു. ഇന്ന് ദുരന്തബാധിതരുടെ ആദ്യഘട്ട വീടുകളുടെ നറുക്കെടുപ്പായിരുന്നു. അതിൽ വീടുകൾ പൂർണ്ണമായും നഷ്ടപ്പെട്ടവരാണ് ആദ്യ പട്ടികയിൽ. അവരുടെ കൂട്ടായ്മ കലക്ടറെ ആദരിച്ചു. ഏത് പുരസ്കാരങ്ങൾക്കും മുകളിലാണ് ദുരന്തബാധിതർ നൽകിയ സ്നേഹോപഹാരം എന്ന് ഉറപ്പാണ്. ജോലി കൃത്യമായി നിർവഹിച്ച ഉദ്യോഗസ്ഥർക്ക് ആകെയുള്ള ആദരമായി തന്നെയാണ് ഇതിനെ കാണേണ്ടതും എന്ന് തോന്നുന്നു എന്നാണ് സുർജിത്ത് അയ്യപ്പത്ത് എഴുതുന്നത്. ഇതൊരു കലക്ടറുടെ കഥ മാത്രം കഥയല്ല. വയനാടിൻ്റെ അതിജീവനത്തിനായി അണിനിരന്ന ഓരോരുത്തർക്കും ഓരോ അനുഭവമുണ്ട്. മുഖ്യമന്ത്രി മുതൽ മാധ്യമപ്രവർത്തകർ വരെ അത്തരം അനുഭവങ്ങൾ ഉള്ളിൽ കൊണ്ട് നടക്കുന്നവരാണ്. കയ്യിലുള്ളത് നൽകി അവർക്കൊപ്പം നിന്ന സാധാരണ മനുഷ്യർ ഉണ്ട്. ശ്രീനാരായണ ഗുരു പറഞ്ഞ സാഹോദര്യത്തിൻ്റെ ഉദാത്ത മാതൃക വയനാട്ടിൽ കാണാൻ കഴിയും. മലയാളി ഒരു പ്രതിസന്ധിയിൽ എങ്ങനെ കൂട്ടത്തോടെ ഒത്തുചേർന്ന് നിൽക്കുന്നു എന്നതിൻ്റെ കാഴ്ച.
മതവും ജാതിയും രാഷ്ട്രീയവും ഒന്നും നോക്കാതെ സഹജീവിയെ ചേർത്ത് പിടിക്കുന്നതിൻ്റെ അസാധാരണ അനുഭവം. ഇതാണ് റിയൽ കേരള സ്റ്റോറി. ഇതെല്ലാം കണ്ട് സഹിയാതെ ദൂരെ ഇരുന്ന് എരിവിരി കൊള്ളുന്ന വിഷജന്തുക്കൾക്ക് എങ്ങനെ ഇതെല്ലാം സഹിക്കും? അതുകൊണ്ട് അവർ കേരളത്തിലേക്ക് വിദ്വേഷത്തിൻ്റെ വിഷം ഒഴുക്കിവിടും. നമ്മൾ ജാഗരൂകരായിരിക്കുക തന്നെ വേണം. വയനാട് നമ്മുടെ ഉദാത്ത മാതൃകയും അഭിമാനവുമായി നിലകൊള്ളട്ടെ. നന്ദി, നമസ്കാരം.